എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക? ഞാനിത് എങ്ങനെ അമ്മയോട് പറയും എന്ന് ചോദിക്കുന്ന കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു ആണ്. കിച്ചുവിൻ്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്തൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ട്. വേറെ കുറേ യൂട്യൂബ് ചാനൽ നോക്കാൻ നേരത്തെ അതിനകത്ത് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇടുന്ന ഒരു സ്ത്രീക്ക് വന്നൊരു കമൻറ്റ് ഇങ്ങനെ, മോളെ നിന്റെ ഭർത്താവ് മരിക്കട്ടെ അപ്പോൾ മനസ്സിലാവും എന്നുള്ള രീതിയിൽ അവരുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ രേണു സുധിയെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവരാണ്. അതിനവരൊരു മറുപടി കൊടുത്തിരിക്കുന്നത്, ഭർത്താവ് മരിച്ചാൽ തുണിയില്ലാതെ ഞാൻ അഭിനയിക്കാൻ എന്തായാലും പോവില്ല, അന്തസ്സായി കച്ചവടം ചെയ്ത് ജീവിക്കും എന്നുള്ള രീതിയിലൊരു കമൻറ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പിന്നാലെ നടക്കുന്നത് കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധിയുടെ പിന്നാലെയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണു സുധിയുടെ പിന്നാലെയാണ് ഇന്ന് എല്ലാ ആൾക്കാരും. അതുപോലെ തന്നെ നമ്മുടെ ഈ പല ഓൺലൈൻ ചാനൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പല ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണെന്നുണ്ടെങ്കിലും ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് കൂടുതലും നമ്മുടെ എല്ലാം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പ്രസക്തി ആ ഫാമിലിക്ക്, അവർ ചെയ്യുന്ന ജോലിക്ക്, അവരുടെ പിന്നാലെ നടന്ന് നമ്മളിങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നോക്കാൻ നേരത്ത് ഈ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ പ്രൊമോയ്ക്കകത്ത് ഞാൻ നോക്കാൻ നേരത്ത് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യുമല്ലോ, ഇതിനകത്ത് ആരൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കാൻ നേരത്ത് എല്ലാവരുടെയും വീഡിയോ നോക്കാൻ നേരത്ത് അതിനകത്ത് ഒരു മുഖം കൃത്യമായ രീതിയിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഒരാളെ മാത്രം ആരും മാറ്റി നിർത്തുന്നില്ല. രേണു സുധി ഉറപ്പായിട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രേണു സുധിയുടെ പേര് ഇത്രമാത്രം പ്രാധാന്യത്തോടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് വരും എന്നുള്ള രീതിയിൽ കൊടുക്കാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തേക്കും, ഇപ്പം വാട്സപ്പിൽ പോലും എല്ലാവരുടെ അടുത്തേക്കും രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പ്രാധാന്യം അവർക്ക് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ മലയാളികൾക്കിടയിലുള്ള ചില ആൾക്കാർ അവരെ വിറ്റ് ജീവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിന്ന് നാട്ടിൽ ആരും ചെയ്യാത്തൊരു ജോലിയൊന്നും അല്ല ചെയ്യുന്നത്. ഇപ്പം കൊല്ലം സുധിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ പല കോമഡി പരിപാടിക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ഒരു സഹതാപം നമുക്ക് ആ ഫാമിലിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ആ ഫാമിലിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്തിട്ട് മുതലാക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ആ സാഹചര്യം മുതലാക്കി കുറേ പണം ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ ആൾക്കാർ അവരെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ജീവിക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോയി. ആ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോകാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം വെച്ചാൽ അവർ ആ ഷോർട്ട് ഫിലിമിനകത്ത് അഭിനയിക്കുമ്പോൾ മറ്റൊരാളെ കല്യാണം കഴിക്കുന്ന രീതിയിലൊക്കെ അഭിനയിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ വിവാഹം കഴിക്കുന്നു എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലും ഇവരുടെ കുടുംബത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കിച്ചുവിൻ്റെ യൂട്യൂബ് വീഡിയോ നോക്കാൻ നേരത്തെ അതിനകത്ത് വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാനെങ്ങനെ അമ്മയോട് പറയും എന്ന് കിച്ചു റിയാക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ ചോദ്യം എങ്ങനെയാണ്, മോനെ നിൻ്റെ അമ്മയോട് മര്യാദയ്ക്ക് നടക്കാൻ പറയൂ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ ഒന്നും അഭിനയിക്കാതെ മര്യാദയ്ക്ക് നടക്കാൻ പറയൂ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഇതിനകത്ത് ചോദിക്കുന്നത്. ചില ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ പോയി ജീവിക്കരുത്, അല്ലെങ്കിൽ തുണി ഒഴിച്ച് ജീവിക്കരുത്. അവരെവിടെയാണ് തുണി ഒഴിച്ച് ജീവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇത് നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ ആയാലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ തമിഴിലോ ഏതെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാടകമോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ത്രീ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ അവർ അഭിനയിക്കുന്നു. ഞാൻ അവർക്ക് വലിയ കഴിവുള്ള ഒരു നടി എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയത്തില്ല. അവർക്ക് പരിമിതിയുണ്ട് എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്കൊരു ദിവസ വേതനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇന്നത്തെ കാലത്ത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് ഡെയിലി ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അവർ മറ്റൊരാളുടെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടി അല്ലല്ലോ ജീവിക്കുന്നത്. അവരവരുടെ കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ ഒന്ന് ചെയ്തു പോകുന്നത്. പക്ഷെ അത് എന്തിനാണ് ഈ ആൾക്കാർ ഇത്രമാത്രം അവരേതൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ ഭാര്യ ഈ ഡ്രസ്സ് ഇടരുത് എന്ന് പറയുക? അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? അവരത്ര മോശപ്പെട്ട രീതിയിൽ ഒരു ഡ്രസ്സും ഇട്ടിട്ടില്ല, അവരത്ര മോശപ്പെട്ട രീതിയിൽ ഒരു ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടില്ല. പലപ്പോഴും അവരെ വളരെ മൃഗീയമായി നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ഷേപിക്കുന്നതിനെ കണ്ടു. ഈ അടുത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു സ്ത്രീ, അത് ലാസ്റ്റ് അവർ പറയുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ. അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശാരീരികമോ പറ്റുമാണ്. ഇവർ പലപ്പോഴും പല ആൾക്കാരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അവർ പോലീസുകാർ നമ്മൾ കള്ളനുമാണെന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ ഇവരെ വിളിച്ചു വരുത്തി മാക്സിമം ആക്ഷേപിക്കാനും മാക്സിമം എന്താണ് അവരെ ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയുടെ മകനാണ് കിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കൊല്ലം സുധി രേണുവിനെ വിവാഹം കഴിക്കുന്നത്.
ഇപ്പോൾ അവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള വിവാദങ്ങൾ, ഒരു കാര്യമില്ലാത്ത വിവാദങ്ങൾ സത്യത്തിൽ ആ കുടുംബത്തെ ബാധിക്കും. ഇപ്പോഴൊക്കെ ഇവർ കേൾക്കുമ്പോൾ ഓക്കെ എന്നൊക്കെ വിടും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആക്ഷേപങ്ങൾ കൂടുമ്പോൾ അത് ആ പയ്യനെ വലിയ രീതിയിൽ ബാധിക്കും. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. വലിയ രീതിയിൽ ബാധിക്കും. ഇനിയെങ്കിലും ബാക്കി ആരും ചെയ്യാത്തൊരു തൊഴിലൊന്നും അവർ ചെയ്യുന്നില്ല. ആരെയും ഒന്നും മോഷ്ടിക്കാതെ, ആരെയും അപമാനിക്കാതെ, ആരെയും ആക്ഷേപിക്കാതെ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. അതിന് തുണി ഉരിക്കുക എന്നുള്ള രീതിയിൽ ചില സ്ത്രീകളിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരൊരു മറുപടി കൊടുക്കുകയാണ്, നിന്റെ ഭർത്താവ് നാളെ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുക എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നു. അത് ശരി, അതും മോശമാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുമ്പം ഞാൻ എന്തായാലും അവളെ പോലെ തുണി ഉരിഞ്ഞ് ജീവിക്കാൻ പോകില്ല, കച്ചവടം ചെയ്താലും ജീവിക്കുമെന്നാണ് പറയുന്നത്. കച്ചവടം ചെയ്താലും ജീവിക്കുമെന്നാണ് പറയുന്നത്. അവരാരെയും ആക്ഷേപിക്കാനോ അവരാരെയും ഒരു തരത്തിൽ അപമാനിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരുടെയോ ഒന്നും തട്ടിയെടുക്കാനോ ഒന്നും വരാതെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നും ചിലപ്പോൾ നാളെ അവർ അഭിനയം പഠിക്കുമായിരിക്കും. നമ്മുടെ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പല ആൾക്കാരും ചെറിയ രീതിയിലാണ് വന്നത്, അതിനുശേഷമാണ് അഭിനയത്തിൽ വലിയ രീതിയിലൊക്കെ വന്നത്. പക്ഷേ ഇന്ന് അവർക്കുള്ള പരിമിതിയുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പലപ്പോഴും വീഡിയോ കാണാൻ നേരത്തെ അവർക്ക് പരിമിതിയുണ്ട്. അവർക്ക് വലിയ അഭിനയം എന്നുള്ള രീതി വലിയ കഴിവുള്ള സ്ത്രീയൊന്നുമല്ല. പക്ഷേ നിലവിൽ അവർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ഉണ്ട്. പല വീഡിയോയും കാണാൻ നേരത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പല ആൾക്കാരും അവരെ സമീപിക്കുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉപയോഗിക്കാൻ വേണ്ടി പല ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാർ അവരെ സമീപിക്കുന്നു. കുഴപ്പമില്ല, അവർ സമീപിക്കട്ടെ, അവർക്കൊരു വരുമാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു കയറി ഇമാതിരിയുള്ള ആക്ഷേപങ്ങൾ ഒരു ഫാമിലിയോട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന പല നടിമാരും ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു ഷോർട്ട് ഫിലിമിൽ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, അത് അഭിനയം മാത്രമാണ്. അതിൻ്റെ പേരിൽ അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർ ഈ വസ്ത്രം ഇടരുത് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഇരുന്നോണം, കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും പൈസ കൊണ്ട് കൊടുക്കുമോ അവർക്ക് ഇനി ജീവിക്കാൻ വേണ്ടി? അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു, അത് വിവാദമാക്കി കൊടുക്കുന്നു ആൾക്കാരെ, അവർക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ പയ്യനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നാളെ ആ കൊച്ചു പയ്യനും കൂടെ ഉണ്ട് അവർക്ക്. അതൊക്കെ വളർന്നു വരാൻ നേരത്ത് ഇതുപോലെ കേരളം മുഴുവൻ അവരുടെ അമ്മയെപ്പറ്റി ഇങ്ങനെ മോശമായ രീതിയിൽ പറയാൻ നേരത്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ ഒരു ലൈഫിനെ അത് ബാധിക്കും. അങ്ങനെയൊക്കെ പോകണം എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിവാദങ്ങളൊക്കെ ഉള്ളപ്പം തന്നെ അവർക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ അവരെ വിളിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിൽ എല്ലാ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരും രേണു സുധിയുടെ പേര് ആ പോസ്റ്ററിൽ വെക്കുന്നുണ്ട്, ഫോട്ടോ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. രേണു സുധിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവാദവും ആ വിവാദം എല്ലാം ക്രിയേറ്റഡ് ആയിട്ടുള്ള വിവാദമാണ്. അവരേതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും, ആ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. താണ്ട് അവർ കല്യാണം കഴിക്കാൻ പോകുന്നു, കൊല്ലം സുധിയാണ്ട് മറന്നു, അല്ലെങ്കിൽ സ്പ്രേയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. ആ സ്പ്രേ എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്രം ഒരു സ്പ്രേ ഉണ്ടാക്കി കൊടുത്തു ദുബായിലൊക്കെ പോയിട്ട്. അതിനകത്ത് കിച്ചുവും പറയുന്നുണ്ട് ആ സ്മെല്ലെന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ വിയർപ്പിൻ്റെ സ്മെല്ല്, അത് അടിച്ചുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അത് പറഞ്ഞു എന്നുള്ള പേരിൽ നീ ഒരു വർഷമായില്ല, അതിന് മുമ്പ് നീ സുധിയെ മറന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അത് അവരുടെ ഓർമ്മ എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ്. അത് ആ കിച്ചുവിൻ്റെ യൂട്യൂബ് വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഈ ഫാമിലി നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ പലതും പറഞ്ഞിട്ട് ഈ ഫാമിലി ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ബിഗ് ബോസിലേക്ക് എന്നുള്ള രീതിയിലൊരു ചോദ്യം വരാൻ നേരത്തെ അതിനകത്തൊരു ഫോട്ടോ രേണു സുധിയുടെ വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. എവിടെ നോക്കിയാലും രേണു സുധി. കുറേ ആൾക്കാർ വിമർശിക്കുന്നു, കളിയാക്കുന്നു, കുറേ ആൾക്കാർ ഇമാതിരി കമൻറ്റൊക്കെ അടിക്കുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ ബാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കും.